അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എൻ്റെ രാവിലെ മുതൽക്കുള്ള ഒരു റൊട്ടീനാണ്. രാവിലെ ഉച്ച എല്ലാം എൻ്റെ വീട്ടു ജോലികൾ മൊത്തം ഉണ്ട് ഇതിൽ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ തന്നെ ചായയും കട്ടൻ ചായയും കലക്കി ചുട്ടപ്പമാണ്, അതായത് നമ്മളെ ശീദോശ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കണ്ടിങ്ങനെ നിൽക്കുന്ന ടൈമിലാണ് ലാസ്റ്റ് ചുട്ടെടുക്കുന്ന വീഡിയോ കിട്ടുകയില്ല. അപ്പോൾ ചുട്ടെടുക്കുന്ന വീഡിയോ ആയിക്കാണ്ടൊക്കെ എടുത്ത് പിന്നെ മുറ്റൊക്കെ നടിക്കാൻ പോയി. അപ്പൊക്കെ ചുടൽ കഴിഞ്ഞ് മുറ്റം നടിക്കാൻ പോയി. നന്നായിട്ട് മുറ്റൊക്കെ നടിച്ചു വാരി കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ഫുഡ് കൊടുക്കേണ്ട ടൈമായിട്ടുണ്ട്. ഒരു 8:30 അപ്പോൾ ഞാൻ കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി രാഗിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രാഗിപ്പൊടി വെച്ചിട്ട് ഒരു കുറുക്ക് തയ്യാറാക്കി, ശർക്കരയും രാഗിപ്പൊടി ഇട്ടിട്ട് ഒരു കുറുക്ക് തയ്യാറാക്കി കുട്ടിക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ കുറുക്കൊക്കെ തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന ടൈമിന് നമുക്ക് അരി ഇടാനായിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അരി ഇട്ട് കൊടുക്കാം. വേവുള്ള അരി ആവുകൊണ്ട് തന്നെ ഞാൻ അടുപ്പത്താണ് വേവിക്കൽ. എന്നാൽ പിന്നെ പെട്ടെന്ന് നല്ല ഫ്രഷായിട്ട് കിട്ടുമല്ലോ. ഗ്യാസുമാകുമ്പോൾ പിന്നെ കുക്കറിലോ ഒക്കെ അല്ലേ വെക്കാൻ പറ്റുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത്രയും അടിപൊളി റൈസ് കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി പണികളായിട്ട് നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനും എല്ലാം ഉണ്ട്. അപ്പോൾ അരിയൊക്കെ ഇട്ട് അത് അവിടെ വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ബാക്കി പണികളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ അരിയൊക്കെ വേവാനിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് മംഗലാവുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇളക്കി കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ അരിയൊക്കെ വേവിക്കാനിട്ടാൽ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ കുട്ടിക്ക് ഫുഡ് എടുക്കലായി. പിന്നെ അതൊക്കെ കഴിഞ്ഞു. കുട്ടീൻ്റെ ഫുഡ് എടുക്കലൊക്കെ കഴിഞ്ഞ് പാത്രങ്ങൾ കുറച്ച് മോറാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മോറാണ്. അപ്പോൾ ഇന്നലെ രാത്രി കൊടുന്ന മീനാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ട്. അപ്പോൾ മോറിനേൻ്റെ മുമ്പത്തെ അവസ്ഥ ഇതാണ്. മോറാനും കഴുകാനും ഒരുപാട് പാത്രങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് മുന്നത്തെ അവസ്ഥ ഇതാണ്. പിന്നെ ഞാനതൊക്കെ ചെടപ്പെടാന്ന് കഴുകി. പൈനൂസാണ്. അപ്പോൾ വീഡിയോ എടുത്തിരുന്ന ആൾ പൈനുമോളാണ്. അപ്പോൾ അതിൻ്റെതായ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ പെട്ടെന്ന് മോറി എടുക്കലായി. പിന്നെ കുട്ടി അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വന്ന് തോണ്ടണം, വിളിക്കണം, നിലവിളിക്കണം ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ബൈക്ക് നടക്കുന്നു, ഞാൻ എൻ്റെ പണീൻ്റെ ബൈക്ക് നടക്കുന്നു. അപ്പം അങ്ങനെ ഇതൊക്കെ ആയി. ഞാൻ ഷെഡൊന്നും ഇടാത്തത് കൊണ്ട് അവിടെ നിന്ന് ബ്ലാങ്ക് ആക്കണമല്ലേ. അപ്പം അങ്ങനെയൊക്കെ ആയി. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ കിച്ചൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇവിടെ അടിച്ചൊരു തുടക്കാൻ വേണ്ടി ഒന്ന് പോയതാണ്. അപ്പം ബെഡൊക്കെ ഒന്ന് മടക്കി ഒതുക്കി വെക്കാം. അപ്പോൾ ഇത് കുട്ടികളുടെ ബെഡാണ്. അപ്പോൾ ഞോലിതൊന്ന് മടക്കി ഒതുക്കി വെക്കട്ടെ. അതൊക്കെ കഴിഞ്ഞാൽ അടിച്ചോരലും തുടക്കലും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ പണിയൊക്കെ ഏകദേശം ഒരുങ്ങി. പക്ഷേ ഫുഡ് ചോറ് വേഗം വെച്ചിട്ടുണ്ട്, കൂട്ടാൻ ഉണ്ടാക്കാണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പൊന്നുവിന് സ്കൂളിൽ വന്ന് ആക്കാമുണ്ട്. അപ്പം അതിന് നടക്കാണ്ടില്ലേ. അപ്പോഴത്തേക്ക് ഓൾ വന്നോ മദ്രസത്തൊക്കെ വന്നോ ഫുഡൊക്കെ കൊടുത്ത് പിന്നെ ഓളാക്കാൻ വേണ്ടി. അപ്പം അതങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഓളിലേക്ക് ചോദിക്കണത്. അവിടെ ഒരു മുളവടി ഉണ്ട്. അപ്പം ആ മുളവടിയൊക്കെ എടുത്ത് ഞങ്ങളങ്ങനെ പോവുകയാണ്. അപ്പോൾ പൈനൽ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മുന്നിൽ തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ തിരിച്ച് പോകുന്നപ്പോൾ ഞാൻ ഓൾക്കുള്ള മുളവടിയും കൂടെ എടുത്ത് കണ്ടാണ് പോരുന്നത്. അപ്പോൾ പിന്നെ കഞ്ഞിയൊക്കെ അപ്പോഴത്തേക്ക് ഞങ്ങൾ ചോറൊക്കെ കഞ്ഞിയും ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഊറ്റിയെടുത്ത് പിന്നെ ഞങ്ങൾ വേറെ പണി വന്നിട്ട് ഫുഡ് കൂട്ടാനാണോ മീൻ പൊരിക്കാനും വെണ്ടക്കൻ്റെ ഒരു കറി മാത്രമേ ഉള്ളൂ ഇന്ന്. അപ്പോൾ എന്തൊക്കെ ഫുഡ് അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഫുഡ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കാനൊക്കെ ഉണ്ട്. ഉപ്പേരും കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാക്കണില്ല. മുറ്റടിക്കണ ചൂലാണ് അവിടെ കാണുന്നത്. അത് അവിടെ വെക്കൽ. പുറത്താണ് ഇവിടുത്തെ അടുപ്പ്. പുറത്തൊരു തിണ്ട് കെട്ടി അതിന്മേലാണ് അടുപ്പ്. അപ്പോൾ അവിടെ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കലും പിന്നെ മീനൊക്കെ നന്നാക്കലായി. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് പിന്നെ കുട്ടിയൊക്കെ സ്കൂൾ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ മീനൊക്കെ നന്നാക്കലായി. മീനൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുത്ത്. അപ്പോഴൊക്കെ പൈനൂസാണ് വീഡിയോ എടുത്തിരുന്ന ആൾ. അപ്പോൾ എല്ലാവരും ആ കുട്ടീനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും. വീഡിയോ കാണുന്നവർ ആരായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനത്തെ കമൻറ്റ് ചെയ്യുമല്ലോ. ഇഷ്ടപ്പെട്ടുകൊള്ളെങ്കിൽ ഇഷ്ടപ്പെട്ടു, ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് കണ്ടൊരു കമൻറ്റും കൂടെ ആയാൽ എനിക്ക് സന്തോഷമായി. പിന്നെ ഞാൻ അതിമേ മുളക് മസാല ആയതുകൊണ്ട് അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കും. മീനൊക്കെ ബൗളിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ബാക്കി കുറച്ച് മീനുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം. പിന്നെ നമ്മൾ വെണ്ടക്കയും തക്കാളിയില്ല വെണ്ടക്ക പുളി വെണ്ടക്കയാണ് കറി വെക്കുന്നത്. ഒരു വലിയ ടേസ്റ്റൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു പുളി വെണ്ടക്കയാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, അറിയില്ല. അതേപോലത്തെ ഒരു വെണ്ടക്ക കറിയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പൈപ്പ് തുംസ് കൗണ്ടർ ടോപ്പ് സിങ്ക് എല്ലായിടും ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്.
അതും കൂടെ ആയ നമ്മളെ പണി ഏകദേശം അവിടെ ഫിനിഷിങ് ആയി തുടത്തി. പിന്നെ വല്ലാണ്ട് അങ്ങനെ ഒരു പണി എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല. പിന്നെ അങ്ങനെ കുറച്ച് നേരം ഫോണിലും തൂങ്ങി അങ്ങനെ ഇരിക്കും, ഇതാക്കുകയൊക്കെ ചെയ്യും. പിന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ടില്ലേ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നൊരു കമൻറ്റ്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നൊരു കമൻറ്റും ചെയ്യും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ. അപ്പോൾ പിന്നെ ഓരോന്ന് മോറി വെക്കലും കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഇനി ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് അടിക്കാനും തുടക്കാനും തിരുമ്പാനും ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ പണി ഒരുങ്ങി. പിന്നെ കുളി, നിസ്കാരം, ചോറ് വഴി, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരും അവരുടെ പണികളും കാര്യങ്ങളും എങ്ങനെ ചെയ്യേണ്ടത് ഒരു ഐഡിയകളൊന്നും എനിക്കില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ഐഡിയപരമായിട്ടൊരു കമൻറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്താൽ അങ്ങനെ മതി, അങ്ങനെ മതി, ഇങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഐഡിയക്കുള്ളതാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ വീഡിയോ എടുക്കാൻ പയ്യനുമാണ്, അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാലും ഉള്ളവർ പിന്നെ എടുത്ത് തരികയല്ല. ഇപ്പോൾ പണിയൊക്കെ ഒതുങ്ങി ഇതായി കഴിഞ്ഞിട്ടുണ്ട്. കുപ്പികളൊക്കെ ജനലൊക്കെ കൂടിയാണ് വെച്ചിട്ടുള്ളത്. ഇതൊരു റൂമാണ് നമുക്ക് കിച്ചണൊക്കെ അവർ തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ കബോർഡും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് വെക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ഒക്കെ കഴിഞ്ഞ് കുറച്ച് തിരുമ്പാനുള്ള തുണികളുണ്ടായിരുന്നു, അതൊക്കെ വാഷ് ചെയ്യാൻ എടുത്ത്. പിന്നെ അടുക്കലും തുടക്കലൊക്കെ ആയപ്പോൾ അങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കണം. ഇനി തുടക്കാനുണ്ട്. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞാലുള്ളൂ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞാൽ റാഹത്തായി. പിന്നെ കുട്ടി ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഉറങ്ങി നീച്ചുന്നുണ്ടോ, ഉറങ്ങുന്നുണ്ട്, പിന്നെ നമുക്ക് വിളിക്കണുണ്ട്. പിന്നെ അവന് കുറച്ച് നേരം പയ്യനുവിൻ്റെ കൂടെ ഇരുന്ന് കളിക്കണുണ്ട്. അപ്പോൾ തുടക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിക്കാൻ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ടില്ലേ, ഷെയറും ചെയ്യും, സബ്സ്ക്രൈബും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളെ തുടക്കലും തിരുമ്പലും എല്ലാം കഴിഞ്ഞു, കുളിയും കഴിഞ്ഞു, നിസ്കാരം കഴിഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കലായി. ഫുഡ് ഇതാണ് നമ്മളെ ഫുഡ്: ചോറ്, വെണ്ടക്കക്കറി, മീൻ. പിന്നെ പൊന്നൂസ് സ്കൂളിൽ വരുമ്പോഴത്തേന് ഒരു കടി ഉണ്ടാക്കിയിട്ടെന്ന് വിചാരിച്ച് കണ്ട് ഞാൻ കുയ്യപ്പത്തിനുള്ള മാവൊക്കെ സെറ്റാക്കി വെച്ചു. പക്ഷേ കുയ്യപ്പം പാളിപ്പോയി, കുയ്യപ്പം കിട്ടണില്ല ചട്ടിയിൽ നിന്ന്. എന്തായാലും ഇങ്ങോട്ട് ഇറുക്കി പിടിച്ചേക്കാം. അപ്പോൾ പിന്നെ ഞാൻ ഇഡ്ഡലി ചെമ്പിലേക്ക് ആ മാവൊക്കെ ഒഴിച്ചൊന്ന് സ്റ്റീം ചെയ്തെടുത്തു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുയ്യപ്പത്തിൻ്റെ മിക്സ് ആണെങ്കിലും ഇങ്ങനെ പൊരിക്കാതെ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യം വിചാരിച്ചു നെയ്യപ്പാക്കി ചുട്ടാലോ, പിന്നെ വിചാരിച്ചു വേണ്ട നമുക്ക് കലത്തപ്പാക്കാം. പിന്നെ വിചാരിച്ചു നമുക്ക് ഓൾക്ക് കുയ്യപ്പം തന്നെ വേണം പറഞ്ഞപ്പോൾ ഇഡ്ഡലി